ഹലോ, എസ്ട്രേ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്ലെയിൻ സാരീസിന്റെ അപ്ഡേഷൻ വീഡിയോ ആയിട്ടാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള പ്ലെയിൻ സാരീസിന്റെ കളേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒത്തിരി എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ എൻക്വയറീസിനും ഒക്കെ നമുക്ക് മെസ്സേജ് റിപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് താമസം വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒക്കെ അറിയാമെന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കിലുള്ള പ്ലെയിൻ സാരീസിന്റെ കളേഴ്സ് കാണിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ സിൽക്കി കോട്ടയുടെ ഷെയ്ഡ്സും അതുപോലെ കോട്ടൺ ചെക്കോട്ടയുടെ കുറച്ച് പുതിയ ഷെയ്ഡ്സും ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോരോ ഷെയ്ഡ്സ് വെച്ചിട്ട് കാണാം. അപ്പം നമുക്ക് ഫസ്റ്റ് കോട്ടൺ ചെക്കോട്ടയുടെ ഷെയ്ഡ്സ് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ടൊമാറ്റോ പിങ്ക് ഷെയ്ഡാണ്. നമുക്ക് എപ്പോഴും തന്നെ സ്റ്റോക്കിൽ വരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് ഈ ടൊമാറ്റോ പിങ്ക്. നമ്മുടെ നോർമൽ ആ ബേബി പിങ്കിനേക്കാളും കുറച്ചും കൂടി ഡാർക്കർ ആയിട്ട് ഒരു പീച്ചിഷ് പിങ്ക് വരുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ് ടൊമാറ്റോ പിങ്ക് എന്ന് പറയുന്നത്. ഒത്തിരി ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇത് ഭയങ്കര ബ്രൈറ്റ് ഷെയ്ഡാണോ അങ്ങനെയൊക്കെ. അങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ഷെയ്ഡല്ല, ലൈറ്റ് ഷെയ്ഡ് വരുന്നത് തന്നെയാണ്. പിങ്കിന്റെ വേറൊരു വേരിയേഷൻ ആണ്. നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ, മീൻസ് കളറാണ്. നല്ല കളർ കോമ്പിനേഷനിലൊക്കെ വർക്ക് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു കളർ ഷെയ്ഡാണ്. അതുപോലെ നമുക്ക് ഈ സാരീസ് എല്ലാം വരുന്നത് 5.5 മീറ്റർ സാരിയും പ്ലസ് 1 മീറ്റർ ബ്ലൗസ് പീസ് മുറിച്ചാണ്. അപ്പം ഇത് ബ്ലൗസ് ഇല്ലാതെ സാരി ആയിട്ട് മാത്രവും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ബ്ലൗസോട് കൂടി 6.5 മീറ്റർ ആയിട്ടും, അതായത് ഒറ്റ പീസായിട്ടല്ല 2 പീസായിട്ടാണ് വരുന്നത്. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് ഇത് 6 മീറ്റർ ആയിട്ടോ 6.5 മീറ്റർ ആയിട്ടോ ഒറ്റ പീസായിട്ടുണ്ടോ എന്ന്. നമുക്ക് കൂടുതലും എല്ലാ ഷെയ്ഡ്സും ഇങ്ങനെ 5.5 മീറ്റർ പ്ലസ് 1 മീറ്റർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ചില ഷെയ്ഡ്സ് എസ്പെഷ്യലി വൈറ്റ് പോലത്തെ ചില ഷെയ്ഡ്സ് മാത്രമേ നമുക്ക് ഈ പറഞ്ഞ 6.5 മീറ്ററിൽ മിക്കവാറും അവൈലബിൾ ആക്കാനായിട്ട് പറ്റാറുള്ളൂ. ഇതിന്റെ പ്രൈസ് വരുന്നത് 5.5 മീറ്റർ സാരി മാത്രമായിട്ടാണെങ്കിൽ 575 പ്ലസ് ഷിപ്പിങ്ങും, ബ്ലൗസോട് കൂടിയാണെങ്കിൽ 675 പ്ലസ് ഷിപ്പിങ്ങുമാണ്. ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ടൊമാറ്റോ പിങ്ക് ആണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ലാവൻഡർ ഷെയ്ഡും നമുക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ തൊട്ട് ഉണ്ടായിരുന്നൊരു ഷെയ്ഡാണ്. ഇടയ്ക്കൊരു ടൈമിൽ ഒരു കഴിഞ്ഞൊരു സ്റ്റോക്കിൽ നമുക്ക് വരുന്നതിന് മുമ്പായിട്ട് ഒരു 3 to 4 മന്ത്സോളം നമുക്ക് ഈ ഒരു കളർ അവൈലബിൾ അല്ലാതെ ഒത്തിരി എൻക്വയറീസ് വന്ന് നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ആയ ഒരു ഷെയ്ഡാണ്. അപ്പം ഈ ഒരു ഷെയ്ഡ് ഒത്തിരി ആൾക്കാർ നമ്മളെ ചോദിച്ചിപ്പോഴും എൻക്വയറി ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ കറന്റ് ഈ ഒരു ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ്. ഒലിവ് ഗ്രീൻ ഷെയ്ഡ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള സാരീസും ഒക്കെ നമ്മുടെ ചാനൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ലൊരു യെല്ലോയിഷ് ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന പോലെ, അതായത് പ്യുവർ ഗ്രീൻ അല്ലാണ്ട് ഒരു ചെറുപയർ പച്ച എന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഒരു പച്ചയായിട്ട് വരും. ഒലിവ് ഗ്രീൻ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് കൂടുതലും ഈ ചെക്കോട്ട ഈ ഷെയ്ഡ് അവൈലബിൾ ആകുന്നത്. ഇത് എക്സാക്ട്ലി പറഞ്ഞാൽ ചെറുപയർ പച്ചയൊക്കെ പോലത്തെ ഒരു മഞ്ഞ കൂടിയൊരു പച്ച ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് തന്നെയാണ് ഇതും. നെക്സ്റ്റ് പച്ചയുടെ തന്നെ വേറൊരു ഷെയ്ഡാണ് നമ്മുടെ പിസ്ത ഗ്രീൻ ഷെയ്ഡ്. ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. ആ ഒരു ലൈറ്റർ ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് നമ്മൾ ഒത്തിരി വർക്ക് ചെയ്തിട്ടുള്ള സാരീസൊക്കെ നമുക്ക് ഒത്തിരി സെയിൽ ആയിട്ടുള്ളൊരു കളറാണ്. എല്ലാ കളേഴ്സ് എല്ലാ കോംപ്ലക്ഷനുള്ള ആൾക്കാർക്കും ഒക്കെ ചേരുന്ന ഒരു ലൈറ്റ് ഷെയ്ഡാണ്. ആ ഒരു വൈറ്റ്, ഓഫ് വൈറ്റ്, ലെമണല്ലോ ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടൊരു കളർ ഷെയ്ഡ്സ് ഒക്കെ വേണം തോന്നുന്നവർക്ക് ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നെക്സ്റ്റ് നമ്മുടെ കയ്യിൽ വന്നിട്ട് ഗ്രീൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ്, ഡാർക്കർ ഗ്രീൻ ഷെയ്ഡ്. ഇതും മെഹന്തി ഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. ഇതും അത്യാവശ്യം നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതിൽ നമ്മൾ റെഡിന്റെ ഡബിൾ ഷെയ്ഡ് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി ഒക്കെ നമുക്ക് ഒത്തിരി മൂവിങ് ആയിട്ടുള്ളൊരു സാരി ആയിരുന്നു ഈ ഒരു ഷെയ്ഡിൽ. ഇത് ഈ പറഞ്ഞ നമുക്ക് ഒരു ഡാർക്കർ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഡെയിലി വെയർ ആയിട്ട് നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. എസ്പെഷ്യലി നമുക്കിപ്പോൾ ഈ ഒരു സമ്മർ ടൈമിലൊക്കെ കോട്ട സാരീസ് ഒക്കെ നല്ല മൂവിങ് ആയിട്ടുള്ള ടൈമാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ അത്യാവശ്യം സമ്മർ സീസണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ് കോട്ട മെറ്റീരിയൽ. പ്യുവർ കോട്ടൺ കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചൂടൊക്കെ എടുക്കാതെ ഉപയോഗിക്കാനായിട്ട് നല്ലൊരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ ഒരു ഡാർക്കർ ഷെയ്ഡ്സ് ഒക്കെയാണ് കൂടുതലും നമ്മൾ ഡെയിലി വെയർ ആയിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ പറ്റിയൊരു നല്ല ഷെയ്ഡാണ് ഈ ഒരു ഗ്രീന്. പിന്നെ നമ്മുടെ വൈറ്റ് ഷെയ്ഡ്, നമുക്ക് എപ്പോഴും മൂവിങ് ആയിട്ടുള്ള വൈറ്റ് ഷെയ്ഡ്. ഇനിയിപ്പോൾ നമ്മുടെ വൈറ്റ് ഷെയ്ഡിൻ്റെ ആ ഒരു ട്രെൻഡ് കൂടി വരുന്ന സമയം, ഇനിയിപ്പോൾ ഈസ്റ്ററിനോടൊക്കെ അടുത്ത് വരുമ്പോഴത്തേനും വൈറ്റ് കളറിൽ നമുക്ക് വർക്ക് ചെയ്ത സാരീസിൻ്റെ ഒക്കെ ഡിമാൻഡ് ഒത്തിരി കൂടുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ നമ്മളെ ഇപ്പോൾ തന്നെ എൻക്വയറി ചെയ്യുന്നുണ്ട്. ഈസ്റ്ററിൻ്റെ ഒക്കെ സമയം നോമ്പൊക്കെ ആകുമ്പോഴത്തേന് തന്നെ വൈറ്റ് സാരീസ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട്. അപ്പം വൈറ്റ് സാരീസ് നമ്മുടെ കയ്യിൽ ഇപ്പം പ്ലെയിൻ സാരി അവൈലബിൾ ആയിട്ടുണ്ട്. വൈറ്റിൽ വർക്ക് ചെയ്ത സാരീസ് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മുടെ ഗ്രേ ഷെയ്ഡാണ്. ഗ്രേ ഷെയ്ഡ് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു നല്ല ഷെയ്ഡാണ്. നമുക്ക് ഗ്രേ ഷെയ്ഡിൽ നമ്മൾ ഒരുപാട് വർക്കൊക്കെ ചെയ്ത് നമ്മുടെ ചാനലിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ പ്രൈസ് സെയിം ആണ്. അതുപോലെ ഇതെല്ലാം പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൻ്റെ സിംഗിൾ ലെയറിൽ ട്രാൻസ്പെറൻ്റ് ആണോ എന്നൊക്കെ ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഈ പ്ലെയിൻ സാരീസിൻ്റെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് വേണ്ടി ഞാൻ പറയുവാണ്, ഇത് സിംഗിൾ ലെയറിൽ ഈ ഒരു ലെവലിൽ ട്രാൻസ്പെറൻ്റ് ആണ് ഈ ഒരു സാരീസ്. കോട്ട സാരീസ് ആയതുകൊണ്ട് തന്നെ അതിന് ആ ഒരു ഹോൾസ് ഉള്ള പോലത്തെ പാറ്റേൺ ആണ്. എന്നാൽ ഡബിൾ ലെയർ നമ്മൾ കുത്തി ഉടുത്ത് വരുന്ന സമയത്ത് ഫ്ലീറ്റഡ് ആയിട്ട് വരുമ്പോഴത്തേനും ഇത് അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ അല്ല.
അതുപോലെ അതിൻ്റെ കളേഴ്സ് അനുസരിച്ചും കുറച്ചും കൂടെ തിക്കറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നെക്സ്റ്റ് ഇതിൻ്റെ റെഡ് ഷെയ്ഡാണ്. റെഡ് ഷെയ്ഡ് നമുക്ക് ഒത്തിരി മൂവിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡായിരുന്നു. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് റെഡ്. റെഡും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ലൈറ്റ് പീച്ച് ഷെയ്ഡ്. ഇത് നമുക്ക് വീഡിയോയിലും ഫോട്ടോസിലും ഒക്കെ അത്ര ക്ലിയർ ആയിട്ട് കാണാനായിട്ട് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. പീച്ചിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡാണ്, ഒരു ചന്ദന കളറിൻ്റെ ഒക്കെ ഒരു ഇതിലോട്ട് വരുന്ന ഒരു ലൈറ്റ് ആയിട്ടുള്ള പീച്ച് ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്ത സാരീസും ഒക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഓർഡേഴ്സ് ഈ ഒരു സാരിയിൽ ഒത്തിരി വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് ഫ്യൂച്ചർ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഷെയ്ഡും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് മിക്കവാറും എന്ന് പറഞ്ഞ പോലെ സ്റ്റോക്കിൽ ഉണ്ടാവാറുള്ള ഷെയ്ഡ്സ് ആണ്. അതുപോലെ നമ്മുടെ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള പൗഡർ ബ്ലൂ ഷെയ്ഡ്, ഇതും ഒരു ഡാർക്കർ ഷെയ്ഡ് ആയതുകൊണ്ടും പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മങ്ങത്തില്ലാത്ത, അതായത് സൗണ്ട് പോകത്തില്ലാത്തൊരു ഷെയ്ഡ് ആയതുകൊണ്ടൊക്കെ തന്നെ ഡെയിലി വെയർ ആയിട്ട് ഒത്തിരി ആൾക്കാർ പ്രിഫർ ചെയ്യുന്നൊരു ഷെയ്ഡാണ്. അതുപോലെ എല്ലാ കോംപ്ലക്ഷനുള്ള ആൾക്കാർക്കും ഒക്കെ ചേരുന്നൊരു കളർ. ആക്ച്വലി നമുക്കൊരു ഉടുത്ത് കഴിയുമ്പോൾ ഒരു തെളിമ തോന്നുന്ന പോലത്തെ കളർ ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാരും ചൂസ് ചെയ്യുന്നൊരു ഷെയ്ഡാണ് ഈ ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡ്. നെക്സ്റ്റ് നമ്മുടെ ചോക്ലേറ്റ് ഷെയ്ഡാണ്. ഇത് ഒരു ലൈറ്റ് ബ്രൗൺ ഒരു ടിൻറ്റ് വരുന്ന പോലത്തെ ഷെയ്ഡ്. അതിൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഒത്തിരി ആൾക്കാരും കൺഫ്യൂസ്ഡ് ആയിട്ട് വേറെ വേറെ ഷെയ്ഡ്സ് ചോദിക്കാറുണ്ട്. ഇത് ഒണിയൻ പിങ്ക് ആണോ അതോ വൈൻ ഷെയ്ഡാണോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ അടുത്ത് ഫോട്ടോസ് കണ്ടിട്ട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈറ്റ് കളർ, ചോക്ലേറ്റിൻ്റെ ഒരു ചോക്ലേറ്റ് മിൽക്കിൻ്റെ ഒക്കെ ഒരു കളർ വരുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. അത് നല്ലൊരു ഷെയ്ഡാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ലാവൻഡറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇടയ്ക്ക് ഒരു സമയത്ത് സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ട് വീണ്ടും നമുക്ക് വന്നൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഫോട്ടോസിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ചോക്ലേറ്റ് മിൽക്കിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് വരുന്ന പോലത്തെ ആ ഒരു ബ്രൗൺ ടിൻറ്റ് വരുന്ന പോലത്തെ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഈ ഒരു ഇത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ലെമൺ യെല്ലോ ഷെയ്ഡാണ്. ലെമൺ യെല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചെക്കോട്ടയിലെ ലെമൺ യെല്ലോ ഷെയ്ഡ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഷെയ്ഡാണ്. ചെക്കോട്ടയിൽ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നതും ഏറ്റവും കൂടുതൽ നമുക്ക് വർക്ക് ഓർഡേഴ്സ് വരുന്നതും ഒക്കെ വൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ലെമൺ യെല്ലോയാണ് നമ്മുടെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള കളറ്. അപ്പം ആ ഒരു ഷെയ്ഡും എപ്പോഴും നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് തന്നെയാണ്. പിന്നെ ഈ ലെമൺ യെല്ലോയും ഒക്കെ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്രയും പെർഫെക്ഷൻസ് ഉണ്ട്. അതായത് ആ എക്സാക്ട് കളർ നമ്മൾ നേരിൽ കണ്ണിൽ കാണുന്ന കളർ ആവണം എന്നില്ല. ചിലപ്പോൾ ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടും ചിലപ്പോൾ ഇച്ചിരി ഡള്ളായിട്ടും ഒക്കെ നമുക്ക് വീഡിയോയുടെ വെട്ടത്തിൻ്റെ വ്യത്യാസം കൊണ്ട് തോന്നാറുണ്ട്. അത് എല്ലാ കളേഴ്സിനും ഉണ്ട് കേട്ടോ. നമ്മൾ എക്സാക്ട്ലി നേരിട്ട് കാണുന്ന പോലെ ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഇച്ചിരി ഡാർക്ക് ആയിട്ടായിരിക്കും തോന്നുന്നത്, ചിലപ്പോൾ ഇച്ചിരി ലൈറ്റ് ആയിട്ടായിരിക്കും തോന്നുന്നത്. കളേഴ്സിനെല്ലാം അത് വീഡിയോയുടെ ഫോട്ടോയുടെയും ആ ഒരു വെട്ടത്തിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ടാണ്. നല്ല ലെമൺ യെല്ലോ ഷെയ്ഡ് എല്ലാവർക്കും ഒക്കെ അറിയാവുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഡാർക്ക് പീച്ച് ഷെയ്ഡാണ്. നമ്മൾ നേരത്തെ ലൈറ്റ് പീച്ച് കാണിച്ചായിരുന്നു, അതിൻ്റെ തന്നെ ഡാർക്കർ പീച്ച് ഷെയ്ഡ്. ഈ ഒരു പീച്ചിലും നമ്മൾ ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്തിട്ടുള്ള സാരീസും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡബിൾ ഷെയ്ഡ് ഒരു ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള സാരീസൊക്കെ നമുക്ക് ഒത്തിരി എൻക്വയറി വന്നൊരു സാരീസ് ആയിരുന്നു. അതൊക്കെ ഈ കളറും ഈ പറഞ്ഞ പോലെ ഒത്തിരി ഡിമാൻഡിങ് ആയിട്ട് ഒത്തിരി ആൾക്കാർക്കൊക്കെ ഇഷ്ടമുള്ള നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡാണ്. നല്ല തെളിച്ചുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. നെക്സ്റ്റ് നമുക്ക് ബേബി പിങ്ക് ഷെയ്ഡ്. ബേബി പിങ്ക് ഷെയ്ഡ് നമുക്ക് നേരത്തെ തൊട്ടേ സ്റ്റോക്കിൽ വരുന്നത് ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ളൊരു ഷെയ്ഡ് തന്നെയാണ്. ബേബി പിങ്കും നമുക്കിപ്പം സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഒരുമാതിരി നമ്മുടെ കയ്യിൽ എല്ലാ ഷെയ്ഡ്സും തന്നെ ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. ബ്ലാക്കും അതുപോലെ നമ്മുടെ ഒരു ഡാർക്ക് ഒണിയൻ ഷെയ്ഡ് നമുക്ക് സ്ഥിരം വന്നുകൊണ്ടിരുന്ന രണ്ട് ഷെയ്ഡ്, ആ രണ്ട് ഷെയ്ഡ് ഒഴികെ ബാക്കി എല്ലാ ഷെയ്ഡും നമുക്കിപ്പം സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ മെറൂൺ ഷെയ്ഡാണ്. മെറൂൺ ഷെയ്ഡും ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പ്രൈസ് എല്ലാം സെയിം തന്നെയാണ് എല്ലാത്തിൻ്റെയും. ഈ ഷെയ്ഡ്സ് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്നതാണ്. എന്നാലും നമ്മൾ മാക്സിമം വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചിക്കു ഷെയ്ഡാണ്. ചിക്കു ഷെയ്ഡും നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ചിക്കു ഷെയ്ഡ് ഈ പറഞ്ഞ പോലെ ക്രീം ആണോ എന്നൊക്കെ ചോദിച്ച ആൾക്കാർ വിളിക്കാറുണ്ട്. ക്രീം അല്ല, ഇത് ബേജ് കളർ, ഐവറി കളർ എന്നൊക്കെ പറയുന്നത് തന്നെ ചിക്കു ഷെയ്ഡ് ആ ഒരു സെയിം ഷെയ്ഡാണ് വരുന്നത്. ആ വരുന്നൊരു ഷെയ്ഡാണ്. നമ്മുടെ ക്രീമിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ശരിക്കും ഐവറി ചിക്കു എന്നൊക്കെ തന്നെ അതിൻ്റെ ഒരു ബേജ് ആ ഷെയ്ഡിനെ പറയുന്നത്. അതുകൊണ്ട് ചിക്കു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഷെയ്ഡ് പോപ്പുലർ ആയിട്ട് അറിയപ്പെടുന്നത്. ഇത്രയും ഷെയ്ഡ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് 16 ഷെയ്ഡ്സ് നമുക്കിപ്പം ഈ ഒരു ചെക്കോട്ടയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ സാരീസ് ഏതെങ്കിലും വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എടുത്ത് ചോദിക്കുന്ന സമയത്ത് ഏതൊക്കെ കളേഴ്സ് അവൈലബിൾ ആവും എന്നുള്ളത് നമ്മൾ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കളേഴ്സ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇനി നമ്മുടെ കയ്യിൽ സിൽക്കി കോട്ടയുടെ കുറച്ച് പുതിയ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. സിൽക്കി കോട്ട നമുക്ക് കുറച്ച് സമയത്തേക്ക് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുമായിരുന്നു. ഭയങ്കര ഡിമാൻഡുള്ള ഒരു മെറ്റീരിയൽ ആണെങ്കിൽ പോലും നമുക്ക് എപ്പോഴും അത് സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റാറില്ല. പെട്ടെന്ന് തന്നെ കളേഴ്സൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്നതുകൊണ്ട് തന്നെയാണ്. നോർമലി വരാറുള്ള ഒരു ഷെയ്ഡാണ്. ഒരു പിങ്കിഷ് പീച്ച് ഷെയ്ഡാണ്. പിങ്ക് ബേബി പിങ്കോ ഷെയ്ഡല്ല, നമ്മൾ
ചെക്കോട്ടയിൽ കാണിച്ച ടൊമാറ്റോ പിങ്കിനോട് സിമിലർ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ്. പിങ്കിഷ് പീച്ച് ഷെയ്ഡ് എന്ന് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത് പ്രോപ്പർ പിങ്ക് ഷെയ്ഡ് അല്ല, ഒരു പീച്ചിന്റെ ടിന്റ് ഉള്ള പോലത്തെ ഒരു പിങ്ക് ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. നമുക്ക് സിൽക്കി കോട്ടയുടെ റേറ്റ് വരുന്നത് 585 585 പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ്. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രേ ഷെയ്ഡാണ്. ഇതൊരു ബ്ലൂയിഷ് ടിന്റ് ഉള്ള ഒരു ഗ്രേ ഷെയ്ഡാണ്. നമ്മൾ നോർമലി കാണുന്ന ഡാർക്ക് ഗ്രേ, അതായത് ചെക്കോട്ടയിലൊക്കെ വന്നിരിക്കുന്ന ഡാർക്ക് ഗ്രേ ഷെയ്ഡ് അല്ല, ചെറിയൊരു ബ്ലൂയിഷ് ടിന്റ് വരുന്ന പോലത്തെ ഒരു ലൈറ്റ് ആയിട്ടുള്ള പേസ്റ്റൽ ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ഈ ഷെയ്ഡിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുമൊക്കെ നമ്മുടെ സാരീസ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ഈ ഷെയ്ഡ്സ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് എൻക്വയറി ചെയ്യാറുണ്ട്. നമുക്ക് സിൽക്കി കോട്ട ഒരിക്കലും സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടാനായിട്ട് ഒത്തിരി ടൈം എടുത്താണ് കിട്ടുന്നത്. ഈ ഗ്രേ ഷെയ്ഡൊക്കെ നമുക്ക് നേരത്തെ സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന ഷെയ്ഡ്സ് ആണ്. ഇപ്പോൾ കുറേ നാൾ കൂടി നമുക്ക് ഈ ഒരു സിൽക്കി കോട്ടയുടെ ഷെയ്ഡ്സ് ഒക്കെ വീണ്ടും അവൈലബിൾ ആയിട്ടുള്ളത്. എപ്പോഴും നമുക്ക് സിൽക്കി കോട്ടയിൽ അവൈലബിൾ ആവുന്ന 2 ഷെയ്ഡ് ബ്ലാക്കും വൈറ്റും ആണ്. അത് നമുക്ക് ഇപ്പോഴും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇത് വൈറ്റ് ഷെയ്ഡാണ്. വൈറ്റിലും നമുക്ക് ഒത്തിരി മിഷൻ എംബ്രോയിഡറി വർക്ക്സ് ഒക്കെ ആണെങ്കിൽ ഒത്തിരി മൂവിങ് ആയിട്ടുണ്ട് വൈറ്റ് സിൽക്കി കോട്ടയിൽ. ഒത്തിരി ആൾക്കാരും സിൽക്കി കോട്ട സാരീസ് പ്രിഫർ ചെയ്യുന്നത് ഇത് സ്റ്റാർച്ച് ചെയ്യേണ്ടാത്തത് കൊണ്ടും അതുപോലെ ഇത് ഉടുക്കാനായിട്ട് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയതുകൊണ്ടും ഒക്കെയാണ്. കുറച്ച് ഒഴുകി കിടക്കുന്ന പോലെ പശമുക്കൊന്നും ചെയ്യേണ്ടാതെ യൂസ് ചെയ്യാവുന്നത് കൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരും നമ്മുടെ അടുത്ത് വൈറ്റ് ആണെങ്കിലും വർക്ക് ചെയ്ത് വരുന്നിടത്ത് സിൽക്കി കോട്ട സാരീസാണ് പ്രിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ആ ഒരു ചിക്കു ഷെയ്ഡിൽ വരുന്ന പോലത്തെ ആ ഒരു സിൽക്കി കോട്ട സാരി വന്നിട്ടുണ്ട്. ഇതും നമുക്ക് എപ്പോഴും സ്റ്റോക്കിൽ വരുന്ന ഷെയ്ഡല്ല, ഇച്ചിരി ഡാർക്കർ ആയിട്ടുള്ളൊരു ചിക്കു ഷെയ്ഡാണ്. നമ്മുടെ കോട്ടൺ ചെക്കോട്ടയെക്കാളും കുറച്ചും കൂടെ ഡാർക്കർ ആയിട്ട് വരുന്ന ചിക്കു ഷെയ്ഡ്. അത് കണ്ടോ, രണ്ടും കൂടെ നോക്കുമ്പോൾ അറിയാം ഇച്ചിരി ഡാർക്കർ ആയിട്ട് വരുന്ന ഒരു ചിക്കു ഷെയ്ഡാണ്. ഒരു ബ്രൗൺ, നല്ലൊരു ബ്രൗൺ ടിന്റ് വരുന്ന പോലത്തെ ചിക്കു ഷെയ്ഡ്. ഇച്ചിരി സത്യം പറഞ്ഞ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എന്ന് വേണമെങ്കിലും പറയാവുന്ന പോലത്തെ ഒരു ചിക്കു ഷെയ്ഡാണ്. നമുക്ക് എപ്പോഴും ഒന്നും സ്റ്റോക്കിൽ വരുന്ന ഒരു ഷെയ്ഡല്ല. അതുപോലെ നമുക്ക് ഈ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അതിന്റെ കളർ കറക്റ്റ് ആയിട്ട് അറിയാവുന്ന അറിയത്തില്ല. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. നമുക്ക് ബേബി പിങ്ക് ഷെയ്ഡ് അല്ല, ഒരു ഓണിയൻ പിങ്കിന്റെ ലൈറ്റ് ഷെയ്ഡ്, ഓണിയൻ പിങ്കിന്റെ പേസ്റ്റൽ ഷെയ്ഡ് എന്നൊക്കെ പറയാവുന്ന പോലത്തെ ഒരു നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ്. നമുക്കിത് ഫസ്റ്റ് ടൈം ഈ ഒരു ഷെയ്ഡ് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഒരു ഷെയ്ഡ് പ്രോപ്പറായിട്ട് പറയാൻ തന്നെ ഡിഫിക്കൽട്ട്. അത്ര ഒരു ആ ഒരു വൈറ്റും ഓണിയൻ പിങ്കിന്റെ മിക്സും എല്ലാം കൂടെ വന്നിട്ട് ഒരു നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അത്രയും അത് വീഡിയോയിൽ അത്രയും ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഈ കളറിന്റെ ആ ഒരു എക്സാക്ട് കളർ നമുക്ക് വീഡിയോയിൽ കിട്ടുമെന്നില്ല. എന്നാലും നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ്. ബേബി പിങ്ക് അല്ല, ഒരു നല്ല ഓണിയന്റെ ഒരു ലൈറ്റർ ഷെയ്ഡ് വരുന്ന പോലത്തെ, പേസ്റ്റൽ ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു പിങ്ക് ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ഇതെല്ലാം 5.5 മീറ്റർ സാരീസ് ആയിട്ടാണ്. നമുക്ക് സിൽക്കി കോട്ടയിൽ ബ്ലൗസ് അവൈലബിൾ ആയിട്ടില്ല. 5.5 മീറ്റർ സാരി ആയിട്ടേ വരത്തുള്ളൂ. അതിന്റെ റേറ്റ് വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ 585 ആണ്. ഇത് നമ്മുടെ ബേബി പിങ്ക് കളർ സിൽക്കി കോട്ട സാരിയാണ്. ബേബി പിങ്കും അത്യാവശ്യം നല്ല മൂവിങ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഒത്തിരി ആൾക്കാർ എൻക്വയറി ചെയ്യാറുള്ളതാണ് ബേബി പിങ്ക് ഷെയ്ഡ്. നമുക്ക് ബേബി പിങ്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു പേസ്റ്റൽ ബ്ലൂ കളർ, ഒരു ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ മറ്റേ ഗ്രേയുടെ കാര്യം പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ഗ്രേ ടിന്റ് വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന പോലത്തെ ഒരു പേസ്റ്റൽ ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ്. സ്കൈ ബ്ലൂ നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്കൈ ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡ് പോലത്തെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സ്കൈ ബ്ലൂ ഷെയ്ഡിന്റെ ആ ഒരു ടിന്റ് അല്ല വരുന്നത്. ഒരു നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ്, നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് തന്നെയാണ്. ഈ ഷെയ്ഡ് നമുക്ക് നേരത്തെ സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ്. ഇപ്പം നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ആയി വന്നിട്ടുണ്ട്. ഈ സിൽക്കി കോട്ടയിൽ വരുന്ന മിക്ക ഷെയ്ഡ്സും നമുക്ക് പിന്നെ വരുമ്പോഴത്തേന് ഈ സെയിം ഷെയ്ഡ് തന്നെ വരണം എന്നില്ല. എപ്പോഴും നമുക്ക് പുതിയ പുതിയ ഷെയ്ഡ്സാണ് വരുന്നത് സിൽക്കി കോട്ടയിൽ. അപ്പം കൂടുതലും ഈ പറഞ്ഞ പോലെ പേസ്റ്റൽ ഷെയ്ഡ്സുമാണ് നമുക്ക് സിൽക്കി കോട്ടയിൽ വരുന്നത്. ബ്ലാക്ക്, വൈൻ, അങ്ങനത്തെ 1-2 ഷെയ്ഡ്സ് മാത്രമേ നമുക്ക് ഡാർക്കർ ഷെയ്ഡ്സ് വരാറുള്ളൂ. ബാക്കി എല്ലാം തന്നെ നമുക്ക് പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് സിൽക്കി കോട്ട വരാറുള്ളത്. ലാസ്റ്റായിട്ട് നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡ് നമുക്ക് വീണ്ടും അവൈലബിൾ ആയിട്ടുണ്ട്. ബ്ലാക്കും വൈറ്റും ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും തന്നെ അവൈലബിൾ ആവുന്ന ഷെയ്ഡ്സ് ആണ്. അപ്പം നമുക്ക് ബ്ലാക്കും വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇത്രയും ഷെയ്ഡ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിൽക്കി കോട്ടൺ നമ്മുടെ കയ്യിൽ ഓൾമോസ്റ്റ് ഒരു 8 ഷെയ്ഡ്സോളം അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 16 ഷെയ്ഡ്സോളം നമുക്ക് കോട്ടൺ ചെക്കോട്ടയിലും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സാരീസ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ സിൽക്കി കോട്ടയുടെ ഷെയ്ഡ്സ് സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ സെയിം ഷെയ്ഡ്സ് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ചിലപ്പം വെയിറ്റ് ചെയ്താൽ വരാനായിട്ട് സാധ്യതയുണ്ടെന്നേ പറയാൻ, നമുക്ക് അഷുറൻസ് തരാൻ പറ്റില്ല. കോട്ടൺ ചെക്കോട്ടയുടെ ഈ സെയിം ഷെയ്ഡ്സ് തന്നെ നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ആവുന്നതായിരിക്കും. പിന്നെ ചില ഷെയ്ഡ്സ് റീസ്റ്റോക്ക് ആകാൻ ചിലപ്പോൾ താമസം വരും. ഇപ്പം ബ്ലാക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ബ്ലാക്ക് നമുക്ക് ലാസ്റ്റ് ടൈം തൊട്ടേ സ്റ്റോക്ക് ഔട്ട് ആണ്. ഒത്തിരി എൻക്വയറീസ് നമുക്ക് ബ്ലാക്കിന് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എപ്പോഴത്തേക്കിനും വരും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. എന്നാലും മാക്സിമം നേരത്തെ തന്നെ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും.
അങ്ങനെ ഈ പറഞ്ഞ പോലെ ചില ഷെയ്ഡ്സ് വരാനായിട്ട് കുറച്ച് താമസം വരും. എന്നാൽ നോർമലി നമുക്ക് ഈ ഷെയ്ഡ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പോൾ ഈ ഷെയ്ഡ്സ് ഏതെങ്കിലും വാങ്ങിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.